ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ആന്ധ്രാപ്രദേശിലേക്കാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ വ്ളോഗ്സ്, അതായത് സെക്കൻഡ് ടൈമാണ് ഞങ്ങളിപ്പോൾ ആന്ധ്രയിലേക്ക് പോകുന്നത്. ഫസ്റ്റ് വി ഹാവ് ഗോൺ ഗുണ്ടൂർ ആൻഡ് ദിസ് ടൈം വി ആർ ഗോയിങ് കടപ്പ. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ തന്നെ കടപ്പ ഫേമസ് ഫോർ കൾട്ടിവേഷനാണ്. ഒന്നോ രണ്ടോ വെറൈറ്റീസ് അല്ല, ഒരുപാട് വെറൈറ്റീസ് ഓഫ് വെജിറ്റബിൾസ് അങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു റിവറാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഫുൾ ഡ്രൈ ആണ്, ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം പോലും സത്യം പറഞ്ഞാൽ ഇവിടെ കാണാനില്ല. ഇത് വെള്ള ജമന്തി അല്ലേ? ഇത് ചെണ്ടുമല്ലിയ ഈ കാണുന്നത് പോലെ തന്നെ വെറൈറ്റീസ് ഓഫ് പൂക്കൾ, അതുപോലെ വാഴക്കൃഷി. ഏറ്റവും കൂടുതൽ വാഴക്കൃഷി ഞങ്ങൾ കണ്ടതും ഇപ്പോൾ ഇവിടെയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, റോഡിൻ്റെ രണ്ട് സൈഡിലും ഫുള്ള് വാഴക്കൊലകളാണ്. നമുക്ക് കണ്ടാൽ തോന്നും അതൊന്ന് പറിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ. ആക്ച്വലി യാത്രകൾക്ക് പോകുമ്പോൾ നമ്മളെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മറ്റൊരു ഐറ്റമാണ് നമ്മുടെ ഫുഡ്. അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ ടൈമായി. നമ്മൾ റോഡ് സൈഡിൽ നിർത്തി ഞങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ കറി. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ ഇതുവരെയും പറഞ്ഞില്ല. ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം റോഡിൻ്റെ രണ്ട് സൈഡിലും അവിടുത്തെ ആ റോക്കിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ്. അതാണ് ഈ പ്ലേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം നമ്മളിവിടെ നമ്മുടെ ഹോട്ടൽ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. നമ്മൾ ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലുള്ള ഹോട്ടൽസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് സിംഗിൾ സ്റ്റോറിഡ് ആയിട്ടുള്ള ബിൽഡിങ്സ്. ഒരു റൂം ഓൾമോസ്റ്റ് ഒരു റൂമിന് അവർ ഞങ്ങളുടെ അടുത്തു നിന്നും 2500 ആണ്. ഫുഡൊന്നും അതിൽ ഇൻക്ലൂഡഡ് അല്ല, 1 നൈറ്റ് സ്റ്റേ അങ്ങനെ. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇവിടെ ഈ പ്ലേസ് ഫുള്ള് ഇങ്ങനത്തെ റോക്സാണ്. അതുപോലെ തന്നെ ആസ് യൂഷ്വൽ നല്ല ചൂടുണ്ട്. അധികം ഫേമസ് അല്ലാത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഒരുപാട് തിക്കും തിരക്കൊന്നും നമുക്കിവിടെ കാണാനില്ല. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന സ്ഥലം, ഗണ്ടിക്കോട്ട. This place is not that much famous for all, but it is a very good place for a one-day trip. Gandikota is famous for this Grand Canyon which you are seeing now, and most of the people will come here for exploring this Grand Canyon. നമുക്ക് ഈ ഗ്രാൻഡ് കാനിയൻ്റെ നല്ലൊരു വ്യൂ കിട്ടണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെയുള്ള ഈ പാറക്കല്ലുകളൊക്കെ ചവിട്ടി കയറി മേലെ എത്തിയാലാണ് നമുക്ക് ആ ഫുൾ വ്യൂ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവിടുത്തെ ഈ കല്ലുകളുടെ ഫോർമേഷൻ, ഈ സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള ഈ റോക്സ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. Most of the people will come here for seeing either sunset or sunrise. One thing you can do, you can come and you can see the sunset, stay here and you can see the sunrise and leave this place.
ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ ഈ റിവറിൽ ബോട്ടിങ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് ഇരുന്നപ്പോൾ നമുക്ക് സമയമില്ല. സോ വി വിൽ ബി ഗോയിങ് ഫോർ ബോട്ടിങ് ടുമോറോ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞങ്ങളിപ്പോൾ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു സ്ഥലം. അൺഎക്സ്പ്ലോർഡ് ആണെന്നറിയില്ല, ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് ഫേമസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് കാണാം, കണ്ടിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ പിന്നിൽ കാണുന്നതാണ് ആ സ്ഥലം, ഗ്രാൻഡ് കാനിയൻ ഗന്ദിക്കോട്ട. ഓക്കെ, ഇത് ആന്ധ്രാപ്രദേശിലെ സ്ഥലമാണ്. വളരെ നല്ല സീനറിയാണ്. പെന്ന റിവറിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു അതെ അതെ, അതൊരു ആന്ധ്രാപ്രദേശിലെ നദിയാണ് പെന്ന റിവർ. അതിനകത്താണ് ഇതുള്ളത്. ഇങ്ങനെ വൈ ഷേപ്പിൽ ഇങ്ങനെ കുറേ നീണ്ടു കിടക്കുന്ന ഒരു ഇതാണ്, താഴ്വരയാണ്. അതെ, ഇവിടുത്തെ ആ റോക്കുകളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് ഒരു ഡിഫറൻസ് ഉണ്ട്. അതെ അതെ, ഇവിടെ മണ്ണിനേക്കാളും കൂടുതൽ ആളുകൾ കല്ലിട്ടിട്ടാണ് നിലം നിരപ്പാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും എല്ലായിടത്തും കല്ലുകളൊക്കെ ഇട്ടിട്ടാണ് നിരപ്പാക്കുന്നത്. പിന്നെ ഇങ്ങനെ അടക്കി വെച്ച പോലെ കല്ലുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സൈഡിൽ, വീഡിയോയിൽ കാണാം. പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്ത്, ഓൾ ടൈം ട്രാവൽ ഫ്രണ്ട് ഇപ്പോഴും ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഇത് കുറച്ച് കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഡ്രോണൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. ബട്ട് സ്റ്റിൽ എൻജോയ്. ആക്ച്വലി ഇവിടെ ടെന്റ് സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ടെന്റ് കിട്ടിയില്ല, ഞങ്ങൾ റൂമിലായിരുന്നു. അതിപ്പോൾ ടെന്റ് സ്റ്റേ നിർത്തിയെന്ന് തോന്നുന്നു, ഇവിടെ എവിടെയും കാണാനില്ല ടെന്റ് സ്റ്റേ ഒന്നും. പക്ഷേ ടെന്റ് സ്റ്റേ ഒക്കെ സൂപ്പറാണ്. ശരിക്കും ഏർലി സൺറൈസ് അല്ലെങ്കിൽ സൺസെറ്റ് കാണാനാണ് ഇവിടെ ആൾക്കാർ കൂടുതൽ വരാറ്. അതെ, ഇപ്പം ഞങ്ങൾ സൺസെറ്റ് കഴിഞ്ഞു, ഇനി നാളെ രാവിലെ സൺറൈസ് കാണണം. ഓക്കെ, അപ്പോൾ ഇത് ബാക്കി നമുക്ക് കാണാം. ബൈ. ഇതാണ് ഈ അമ്പലം. സോ വി കെയിം ലേറ്റ്, അതുകൊണ്ട് നമുക്ക് വളഞ്ഞ വഴിയിൽ കൂടി ഇതിൻ്റെ വ്യൂ കാണേണ്ടി വരും. സൈഡിൽ കൂടെയുള്ള ചെറിയൊരു കാനിയൻ. അവിടെ കയറിയല്ലോ. അതെ, ചാർമിനാർ. ഇപ്പം നമ്മൾ കറക്കൊക്കെ കഴിഞ്ഞ് ഈ അമ്പലത്തിൻ്റെ മുകളിൽ റെസ്റ്റിംഗ് ടൈം. നല്ല കാറ്റുണ്ട്. അതെ, നല്ല അന്തരീക്ഷം. ഇവിടെ 6 മണി കഴിഞ്ഞാൽ 5:30 കഴിഞ്ഞാൽ അകത്തേക്ക് കയറ്റില്ല. 6 മണിക്ക് ശേഷം പറഞ്ഞു വിടും. ഇപ്പോൾ ആരെങ്കിലൊക്കെ വന്ന് ഞങ്ങളെ പുറത്താക്കുമായിരിക്കും. ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ബാക്കിൽ കാണുന്നതാണ് അമ്പലം.